റേറ്റ് വെച്ചിറക്കണവനാണ് ഞാൻ. അതിൽ എൻ്റെ കൂടെ ഉള്ളവരായാലും കോമഡിയും സീരിയസ് ആയിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ സാഡ് വരുന്ന വീഡിയോസും അല്ലെങ്കിൽ പേടിയ ഫിയർ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് നാളെ രാവിലെ ഓഫറിനെ നമ്മൾ പൊക്കിയിരിക്കും. എനിക്ക് കറുത്തത് ഇഷ്ടേ അല്ല. എന്റെ വീട്ടിലെ പൂച്ച വരെ വെളുത്തതാ. മോന്റെ ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. മറ്റേ ആദിവാസിയൊക്കെ അഭിനയിച്ചില്ലേ, ഞാൻ പറഞ്ഞു ചേച്ചി അത് ഞാനല്ല, അപ്പോ കലിപ്റ്റോ എന്നാണ് അതിന്റെ സിനിമയുടെ പേര്. അത് തന്നെ അപ്പോ തിക്കിരി. വെൽക്കം ടു അബാക് മീഡിയ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസ് ഇട്ട് ആൾക്കാരെ മൊത്തം കുടുകുടാ ചിരിപ്പിക്കുന്ന കോമിക്സ് ഫിയർ ടീമാണ്. അപ്പം നിങ്ങളെ തന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കോ. ഹായ്, ഞാൻ ഗോപിക. ഞാൻ അക്ഷയ്. ഹായ്, ഞാൻ തങ്കമണി. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ടീം മൊത്തമായിട്ട് ഈ 4 പേരല്ല അല്ലേ? ശരിക്കും എക്സാക്ട് ആയിട്ട് നിങ്ങളുടെ മൊത്തം ടീമിൽ എത്ര പേരുണ്ട്? ഒരു 30 താഴെ, 30 താഴെയുള്ള ടീം വെച്ചിട്ടാണ് നിങ്ങൾ ഒരു സംഭവം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആരാണ് ഈ വീഡിയോസിലേക്ക് പുറകിലുള്ള മാസ്റ്റർ ബ്രെയിൻ? ഞാൻ തന്നെയാണ്. ആണ്. ശരിക്കും പറഞ്ഞ അക്ഷയന് ഇതല്ലാതെ വേറെ വല്ല ജോലി ഉണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. സിനിമ ഇങ്ങനെ വേറെ ഈ ഓഡിഷനൊക്കെ വരുമ്പോ അയക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. ഇത് മെയിനായിട്ട് ഇതൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പോലും സിനിമ ആഗ്രഹിച്ചിട്ട് തുടങ്ങിയതാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, പക്ഷെ ഇവരെല്ലാരും ഇപ്പൊ ഒക്കെ വന്ന ആൾക്കാർ കുറെ പേരുണ്ട്. എപ്പോഴാണ് അക്ഷയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഇതേപോലത്തെ കണ്ടന്റ്സ് ഒക്കെ ചെയ്യാം ഇങ്ങനെ ഒരു തുടക്കം ഇവിടെ നിന്ന് കിട്ടിയ? ഞാൻ ഓഡീഷൻസിന് പോയ സമയത്ത് എൻ്റെ അടുത്ത് ഡയറക്ടർ ചോദിച്ചത് അഭിനയിച്ച് എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നൊക്കെയായിരുന്നു. അന്ന് എനിക്ക് കാണിക്കാനായിട്ട് ഒന്നുമില്ല, ഒന്നുമില്ല. DSLR ഒരു ഫോട്ടോ പോലും ഇല്ല എൻ്റെ കയ്യിൽ. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായി. എൻ്റെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എടാ എനിക്ക് എന്തെങ്കിലും ഒരു റോള് തരുമോ ഇങ്ങനെ കാണിക്കാനാണെന്ന്. അവരോടും തന്നിട്ടില്ല റോള്. അപ്പം അങ്ങനെ ഒരുപാട് സങ്കടം വന്നിരുന്ന സമയത്ത് ടിക്ടോക്ക് ഉള്ള സമയത്താണ് ടിക്ടോക്കിലും മറ്റുള്ള സിനിമയിലെ വോയിസൊക്കെ അനുകരിച്ച് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. പിന്നെ അതിന് ശേഷമാണ് ടിക്ടോക്ക് നിന്ന് പോയ സമയത്ത് എന്ത് ചെയ്യാന്ന് അറിയാൻ പാടില്ല സമയത്താണ് പിന്നെ യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം ആക്കി എടുത്ത് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയണമെന്ന് വെച്ചാൽ ഓൾറെഡി ഒരാൾ ചെയ്ത സാധനം ചെയ്തുകൊണ്ടിരിക്കാതല്ലാണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് സ്വന്തമായിട്ട് എന്നെ കണ്ടന്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഒരു ആദ്യമൊക്കെ ഒരു ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ. ഇപ്പൊ ചുമ്മാ ഒരു ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ, നമ്മളുടെ വീഡിയോസ് ഇഷ്ടമുള്ളത് തന്നെ ഇപ്പൊ ജസ്റ്റ് നമ്മളൊരു സെൽഫി വീഡിയോ എടുത്ത് ഇട്ടാൽ പോലും അതിന് നല്ലൊരു വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് നമ്മള് എല്ലാവർക്കും തിരക്കായി. പിന്നെ പറഞ്ഞ സമയത്ത് ആർട്ടിസ്റ്റുകൾക്ക് വരാൻ പറ്റാണ്ടായി. അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്ന വെച്ചാല് ഷോർട്ട് വീഡിയോസ് ആക്കി കൂടുതലും. പിന്നെ എന്നാലും ഇപ്പൊ മാസത്തിൽ നമ്മൾ 2-3 ലോങ് വീഡിയോസ് ഇടും, ബാക്കിയൊക്കെ ഷോർട്സ് ആണ് നമ്മൾ അടിച്ചു പോവാ. പക്ഷെ ഷോർട്സിനകത്ത് ഗ്യാപ്പ് വന്നുകൊണ്ട് എന്റെ റീച്ച് ചെറുതായിട്ട് ഡൗൺ ആയിക്കാണ്. ഇൻസ്റ്റയിലാണ് കുറച്ചും കൂടി മൈലേജ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ, അതോ യൂട്യൂബിലാണോ? ശരിക്കും പറഞ്ഞാൽ യൂട്യൂബില് നമുക്ക് ആ പ്രളയം വന്ന സമയം, കൊറോണ വന്ന സമയമൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടി. ആൾക്കാർക്ക് വേറെ ഒരു വഴിയില്ല. ആൾക്കാര് വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പോ ഒരുപാട് കാഴ്ചക്കാരുണ്ടാകും. അതെ, ആ ടൈമിൽ നല്ല റീച്ച് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമാണ് ഈ കൂടുതലും ഈ കുട്ടികളായാലും അതുപോലെ തന്നെ 25, 26, 27 വയസ്സൊക്കെ ഉള്ള ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ആ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം എന്താ പറയാ, എപ്പോഴും സ്ഥിരമായിട്ട് കുറച്ച് ക്യാരക്ടേഴ്സ് ഇപ്പൊ ചെയ്യുന്നതിലുണ്ടല്ലോ. അപ്പം ഇവരെങ്ങനെയാണ് പിക്ക് ചെയ്ത് ഇത്രയും വലിയൊരു ക്രൂവിൽ നിന്ന്? കാരണം നമുക്കിപ്പോ ഓൾറെഡി ഞാൻ കഥ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ക്യാരക്ടർ ഉണ്ട് ഓൾറെഡി. ഇപ്പൊ ഒരു അച്ഛൻ കഥാപാത്രമാണെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരാണ്, സത്താർ എന്നാണ് പുള്ളിയുടെ അതാണ്. അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ പുള്ളിക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നാണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് ചെയ്ത് പുള്ളിക്ക് ആ ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാനും അത് തുറന്ന് അതേപോലെ ചെയ്യാനൊക്കെ ചില ക്യാരക്ടറൊക്കെ പുള്ളിയുടെ കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അതേ സാധനം പുള്ളി അവിടെ ചെയ്യും. അപ്പൊ ഒരു സീരിയസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കോമഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പുള്ളി ആ സീരിയസ് ആയിട്ട് ആ ക്യാരക്ടർ പെട്ടെന്ന് കോമഡിയിലേക്ക് കൺവേർട്ട് ആയി പെട്ടെന്ന് അത് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച സാധനം തന്നെയാണ് ചെയ്യുക.
അപ്പോൾ ഞാൻ പിക്ക് ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ കറക്റ്റായിട്ട് ചെയ്യണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനും ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ടീമിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മുടെ അമ്മുമ്മ. കുങ്ഫു തങ്ക എന്ന് പറഞ്ഞ വീഡിയോ ഞാനൊക്കെ ഭയങ്കരമായിട്ട് ഇന്ന് ചിരിച്ചു മറിഞ്ഞൊരു സംഗതിയാ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ ഒരു അടി പൊട്ടുമെന്നും, അതുപോലെ ഇത്രയും പ്രായമുള്ള ഒരാള് പെടലിക്ക് ഒരു അച്ചടി. എങ്ങനെയാണ് അമ്മുമ്മനെ കൊണ്ട് അഭിനയിപ്പിക്കണം എന്നൊരു തോട്ട് വന്നത്? അമ്മാമ്മ എൻ്റെ അഭിനയിക്കണത് എന്ന് വെച്ചാൽ ഒരു ദിവസം വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ടിക്ടോക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പൊ പാണ്ടിപ്പട സിനിമയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, കുറച്ച് നാരങ്ങച്ചാർ എടുക്കട്ടെ, നാരങ്ങ അച്ചാറ് തള്ളേ വായിൽ പല്ലുണ്ടായിരുന്നു അടിച്ച് ഞാൻ പല്ല് മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാണ്, ഓൾഡ് മാംഗോ പിക്കിൾസ് എന്ന് പറഞ്ഞ ഡയലോഗ്. അതാണ് അമ്മാമ്മേനെ കൊണ്ട് ആദ്യമായിട്ട് ചെയ്യിപ്പിക്കണേ. അപ്പൊ അത് പുള്ളിക്കാരി അത്യാവശ്യം വന്നിട്ട് ചെയ്തു. പിന്നെ അമ്മാമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമ്മാമ്മ വീട്ടിൽ വന്ന് നിന്നായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് പുള്ളിക്കാരി ഇങ്ങനെ നടന്നു തുടങ്ങിയത്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ഞാൻ അമ്മാമ്മനെ കൊണ്ട് ഞാൻ ചെറിയ വീഡിയോസ് ചെറിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യിപ്പിച്ച് ആൾക്കാർക്ക് പിന്നെ അമ്മാമ്മനെ കാണണ്ടായി. ഇപ്പൊ അമ്മാമ്മ എന്ത് ചെയ്യുന്ന ചോദ്യം വന്നു. അപ്പൊ അമ്മാമ്മ ചെയ്ത ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം കുടുംബശ്രീ തങ്കമണി എന്ന് പറഞ്ഞു. അത് ഒളിഞ്ഞിരുന്ന് പരദോഷണം പറയുന്ന ഒരു ടൈപ്പ്. അപ്പൊ അത് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ പ്രിയ വാട്സാപ്പ് സുഹൃത്തുക്കളെ അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ അമ്മാമ്മേനെ കൊണ്ട് ചെയ്യിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പേഴ്സണലി എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മ ഒരു ഇതാണ്, നല്ലൊരു ആക്ട്രസ് ആണ്. എന്താണ് കൊച്ചുമകനെ അഭിനയിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം മടിയോ നാണോ ഒക്കെ ഉണ്ടായിരുന്നോ? ആദ്യം എനിക്ക് നമുക്ക് അറിയാൻ പാടില്ല, അപ്പൊ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാനും അവന് തന്നെയാവുമ്പോ നമുക്ക് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങിയതാണ്. പിന്നെ ഇഷ്ടായി തുടങ്ങിയോ? പിന്നെ ചെയ്തു തുടങ്ങി. പിന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടായി. നമ്മൾ ചെയ്യണത് ശരിയാവണമുണ്ട്. അപ്പൊ പിന്നെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ച് പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ തിരിച്ചറിയാറൊക്കെ ഉണ്ടാ? ഞങ്ങളുടെ അതിന് പോകുമ്പോ ശബരിമലയ്ക്ക് പോയിട്ട് എന്തായിരുന്നു. അപ്പൊ ശരിയാണല്ലോ എല്ലാരും വന്ന് സെൽഫി എടുത്തതൊക്കെ അമ്മ പറഞ്ഞത്. ട്രോളെങ്കിലും അല്ല വീഡിയോയില് നമ്മൾ അങ്ങനെ പൊക്കി പറഞ്ഞു ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അല്ല ശബരിമലയ്ക്ക് പോയപ്പോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാരും വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. നമ്മള് മലമുകളിൽ കയറിയിട്ടാണ് പോലീസുകാരൊക്കെ വന്ന് സംസാരിച്ചായിരുന്നു അവിടെ. എല്ലാരും ഫാനായി. അപ്പൊ അതേപോലെ തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ ഇയാള് പറഞ്ഞു ക്യാരക്ടറിന് വേണ്ടി അമ്മൂമ്മ എന്തും ചെയ്യുന്നു. ഭയങ്കര ഡെഡിക്കേഷൻ ആണോ ക്യാരക്ടർ ചെയ്യാന്? എന്നെ കൊണ്ട് പറ്റണത് ഏറ്റവും നന്നായിട്ട് ചെയ്യാം എന്നാണ് എന്റെ മനസ്സിൽ. ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിട്ട്. ഇയാളെ നമ്മള് പല പല വീഡിയോയില് കണ്ടിട്ടുണ്ടെന്നുള്ളു, പക്ഷെ ത്രൂ ഔട്ട് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതെന്താണ് ത്രൂ ഔട്ട് വരാത്തത്? എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാനല്ല, ഡയറക്ഷൻ ആണ്. നിങ്ങളുടെ വീഡിയോന്റെ ഇപ്പം ഈ എഡിറ്റിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ക്യാമറ ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങളൊക്കെ തന്നെയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക ടീമുണ്ടോ? അപ്പോൾ ആൾക്കാരാണ്. ഇപ്പൊ ശ്രീധറാണ് ശ്രീധർ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളിയാണ് നമ്മുടെ ക്യാമറ ചെയ്യണത്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യണത് ഈ ഷോർട്സും പിന്നെ അത്യാവശ്യം ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഉള്ള ലോങ് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യും. അതിൽ കൂടുതൽ വരുന്നതൊക്കെ ഞാൻ ഇവനെ കൊടുക്കാം. ഓക്കെ. ഇയാൾ അനിയത്തിയാണോ? അല്ല, എന്റെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അനിയത്തിയല്ല. അനിയത്തി അല്ല. അല്ല. ഓ അത് ശരി. അപ്പൊ നിങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ നെയ്ബേഴ്സാണ്. ചെറുപ്പം മുതലേ അറിയാം, അവിടെ വന്ന സമയം മുതലേ അറിയാം. ചില വീഡിയോസിൽ അനിയത്തിയായിട്ടൊക്കെ വരുമ്പോ ഭയങ്കര കോമ്പിനേഷൻ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒറിജിനൽ അനിയത്തിയാണോ? ഒരുപാട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് അനിയത്തിയാണോ? അനിയത്തിയല്ല. ശരിക്കും സിബ്ലിങ്സ് ഉണ്ടോ അക്ഷയ്ക്ക്? എനിക്ക് ഒരു ചേട്ടനും ഒരു അനിയനാണ് ഉള്ളത്. അവരൊക്കെ അഭിനയിക്കാറുണ്ടോ? അനിയൻ അഭിനയിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞു വിട്ടിട്ടുണ്ടല്ലേ? ഏത് വീഡിയോയിലാണ് അനിയൻ വന്നിട്ടുള്ളത്? അനിയൻ ചെറിയ വീഡിയോസിലൊക്കെ ഉള്ളൂ. അപ്പൊ പണ്ടൊക്കെ എടുത്ത വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്നു പുള്ളി. ഓവറായിട്ട് അങ്ങനെ വല്ല വീഡിയോസ് ചേട്ടൻ ന്യൂസിലാൻഡിലാണ്. ഓക്കെ. ഇനിയിപ്പോ തോന്നുന്നുണ്ടോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ വീഡിയോസിൽ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ചിരിയാവരുത്. ഇങ്ങനെയുള്ളൊരു നോട്ടമൊക്കെ കാണുമ്പോ വീഡിയോ കണ്ട് ശീലിച്ച ആൾക്കാർക്ക് വെറുതെ വന്ന് നിൽക്കുമ്പോ ചിരി വന്നോണ്ട് അവര് നമ്മൾ ചെയ്ത കഥാപാത്രങ്ങള് ചിലപ്പോൾ ഓൾറെഡി അവളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മൾ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നമ്മള് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അവൾക്ക് ആ ഒരു കഥാപാത്രം പെട്ടെന്ന് കത്തും. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ബ്രോ എന്നെ നോക്കുമ്പോൾ എനിക്ക് ചിരി വേണ്ടി. ചിലവർ ചിരിച്ചോണ്ടൊന്ന്
നമ്മുടെ അടുത്ത് വന്നിട്ട് കെട്ടിപ്പിടിക്കാറുണ്ട്. ചിലപ്പോൾ ചിലവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കില്ല ബ്രോ ആ വീഡിയോയിലുള്ള, ചിലവർ അതുപോലെ ചോദിക്കില്ല. ചിലവർ ഓടി ഒന്ന് ഹഗ് ചെയ്യേ, കാരണം അവരുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ, അല്ലെങ്കിൽ അവർ എന്നും കാണുന്ന ഒരാളോട് അവർക്കൊരു ഇഷ്ടം ഉണ്ടാവില്ലേ, ആ ഒരു ഇഷ്ടത്തിൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണമെന്ന് ഭയങ്കര സന്തോഷമാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എടുത്ത് കുറച്ച് സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. അപ്പം ഇത് കാണുമ്പോഴത്തേക്ക് എന്താണ് ഓർമ്മ വരുന്നതെന്നുള്ളതാണ് നമ്മളോട് പറയേണ്ടത്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്ക്രീൻഷോട്ട്. ക്രിസ്തുദേവൻ, അത് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് മോഡലിലൊക്കെയാണ്, ഭയങ്കര അടിപൊളിയായിട്ട്. എടാ ഇതിന്റെ പുറകിൽ എന്താണ് ആക്ച്വലി? ഇത് ശരിക്കും പറഞ്ഞ പെരുന്നാളിന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പെരുന്നാളല്ല, ഈസ്റ്ററിന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഈസ്റ്ററിന് ഇത് ചെയ്തതെന്ന് വെച്ചാൽ ഇതിനു മുമ്പും ഞങ്ങൾ ഒരു കണ്ടന്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ ഈസ്റ്ററിന്. അത് അമ്മാമ വിശന്നിരിക്കുന്ന ഒരു സ്ത്രീ, എൻ്റെ പുള്ളിക്കാരിക്ക് ബ്രെഡ് കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ദൈവം മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും പുള്ളിക്കാരിനോട് ഇങ്ങനെ ഭക്ഷണം തരാൻ വേണ്ടി കൈയ്യിൽ നീട്ടും. അപ്പൊ പുള്ളിക്കാരി വിശന്നിരിക്കുന്ന ഒരാള് ആ ഇങ്ങനെ ചോരയിൽ ഒലിച്ചെടുക്കുന്ന ഒരാൾക്ക് കയ്യിൽ ഭക്ഷണം എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ കഴിച്ച് പെട്ടെന്നൊരു സൗണ്ട്, ഇടിമിന്നലിന്റെ സൗണ്ട് ആയിട്ട് മേളിലേക്ക് നോക്കി തിരിച്ച് താഴത്തേക്ക് വെക്കുമ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫുഡും ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു. അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, ഇതെന്ത് തേങ്ങയാണ് ബ്രോ, എന്ത് മാങ്ങയാണ് ബ്രോ. എനിക്ക് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അല്ല, എനിക്ക് കാരണം അവർക്ക് കണ്ടന്റേ മനസ്സിലായിട്ടില്ല കുറെ പേർക്ക്. അപ്പൊ അതിനകത്ത് ഒരു കൂട്ടുകാരൻ വന്നിട്ട് ഇതേപോലെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഇതേപോലെയാണ് സംഭവം, ഇന്നതാണ് കഥ, ഇതാണ് ഇതുപോലെ മനസ്സിലാക്കാത്ത കുറെ എണ്ണം എന്ന് പറയും. ഞാനിത് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. കാരണം എന്നവര് ചിലവര് നമ്മൾ ഭയങ്കര ഇതില് ചെയ്യുന്ന ഒരു കണ്ടന്റ് പോലും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ഭയങ്കര സങ്കടം വരും, ഇതെന്താ എല്ലാവർക്കും മനസ്സിലാവാത്ത. ചിലർക്ക് ഒരു സ്പൂൺ ഫീഡിങ് ആവശ്യമായിട്ട് വരുന്നുണ്ട്, കാരണം കുട്ടികളാണ് കൂടുതലും. ലാസ്റ്റ് ടൈം ഒരു പിന്നിന്റെ ഒരു വീഡിയോ, ഈ സംഭവത്തിൽ എല്ലാരും പറയണ്ട് സെക്കൻഡ് പാർട്ട് ഉണ്ടോ, സെക്കൻഡ് പാർട്ട് ഉണ്ടോ. കാരണം ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു സാധനമാണ് അത്, ആർക്കായാലും കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും സംഭവം ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടാവണം, ഇതുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടാവണം, നമ്മുടെ ലോകം എങ്ങനെ ഈ സംഭവമാണ് അതിൽ ഉദ്ദേശിച്ചേക്കണേന്ന്. അത് ഇവന്റെ കൺസെപ്റ്റ് ആണ്. അത് എന്റെ ബർത്ത്ഡേക്ക് ഇവരെല്ലാരും വീട്ടിൽ വന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ടന്റ് എനിക്ക് എടുത്തില്ലെങ്കിൽ ടെൻഷനാണ്. ഒരു കണ്ടന്റ് എടുത്ത് അടുത്ത കണ്ടന്റും കിട്ടില്ലെങ്കിൽ ടെൻഷനാണ്. അതായത് ഒരു കണ്ടന്റ് എടുത്ത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് മറ്റുള്ളൊരു വ്യക്തിനോട് സംസാരിക്കുമ്പോൾ പോലും ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം എൻ്റെ എനിക്ക് അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാൻ ഒരു കണ്ടന്റ് ഉണ്ട്, ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക്. ആ മറിച്ച് എൻ്റെ ഒരു കണ്ടന്റ് ഇല്ല, ഇപ്പൊ എനിക്ക് കണ്ടന്റ് ഇല്ല ഇടാൻ, ഇനി പോയി എടുത്തിട്ട് വേണം. അത് എടുത്തു കഴിഞ്ഞാലാണ് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് എനിക്ക്. കാരണം ഇനി എനിക്ക് എടുക്കാൻ പറ്റില്ല, എനിക്ക് ആ ടൈമിൽ ഇടാൻ പറ്റില്ല എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ട്. ഈ ലാസ്റ്റ് ഇപ്പോൾ കാണിച്ച ഈസ്റ്ററിന്റെ വീഡിയോയില് നമ്മൾ ഫുഡ് കളർ വെച്ചിട്ടാണ് നമ്മൾ ആ ബ്ലഡ് ഒക്കെ ചെയ്തേക്കണേ. ഫുഡ് കളർ ഇല്ലേ, റെഡ് ഫുഡ് കളർ. അതിനകത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയും കോൺഫ്ലവർ പൊടിയും മറ്റേ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഭയങ്കര ഇതിലാണ് ചെയ്തേക്കണത്. നമ്മുടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിൽ പോയിട്ട് രാത്രിയാണ് ഞങ്ങളവിടെ ഷൂട്ട് ചെയ്തേക്കണേ. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഞാനിങ്ങനെ ആഗ്രഹിച്ച് എന്തെങ്കിലും കോമഡി ആയിട്ട് ചെയ്യണം എന്നാണ് എല്ലാവരും പറയണേ. പക്ഷെ ഇത് കോമഡി ആയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് അല്ല, ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം വന്നില്ല. കാരണം അതൊരു സീരിയസ് ആയിട്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതിനകത്ത് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഈ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഒക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നേക്കണം, കറക്റ്റ് അതേപോലെയൊക്കെ തന്നെ ഫീൽ ചെയ്യിപ്പിച്ചില്ല. കമന്റ്സ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എന്താ തോന്നിയ? എനിക്ക് ചില കമന്റ്സ് കാണുമ്പോൾ നമുക്ക് അവർക്ക് മനസ്സിലായില്ലെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. പിന്നെ ചില കമന്റ്സ് കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും, ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ആ ഒരു ഇത് ചെയ്തൊരു ക്യാരക്ടർ മറ്റുള്ളവർ ഉൾക്കൊണ്ടല്ലോ എന്നുള്ളൊരു നല്ലൊരു സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് കാണാം. അടുത്തത് ഭയങ്കര ട്രെൻഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. സത്യഭാമയുടെ മുഖത്ത് കൊണ്ടുപോയിട്ട് കരിയോല് വെച്ച് കൊടുക്കാം പെയിന്റ്. ഈ സത്യഭാമയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആരാ? അതെന്റെ അമ്മയാണ്. അമ്മയാണ്, സ്വന്തം അമ്മയെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ മോള് ആണോ?
കാക്കിക്കുണ്ടല്ലോടാ നിന്നെക്കാളും സൗന്ദര്യം. നീയൊക്കെ വല്ല അമ്പലപ്പറമ്പിലും തുള്ളിയാ മതി. കേജി പിന്നെ ആരോടും ഇങ്ങനെ കാണിക്കരുത്, അവരും മനുഷ്യരാണ്. നല്ല സുന്ദരിയാണ് കേട്ടോ. അത് അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞേക്കും. എന്തായാലും വരാൻ ഒരുപാട് പേര് ഇപ്പം ഈ പറഞ്ഞ പോലെ സത്യഭാമയുടെ പോലെ തന്നെ ട്രെൻഡിനൊപ്പം ചെയ്യുന്ന കുറെ വീഡിയോസ് ഉണ്ട്. ഇപ്പൊ ഇതിനോട് അടുപ്പിച്ച് തന്നെ ഞാൻ പറയാം, ഈ പീഡനത്തില് കഴിഞ്ഞിട്ട് വരുന്ന ഒരാളെ മാലയിട്ട് സ്വീകരിക്കണ പരിപാടി ഉണ്ടായിരുന്നു. അതായത് അമ്മമ്മ ഇങ്ങനെ പറ്റും, എന്റെ മോൻ കുറെ പേരെ പീഡിപ്പിച്ചിട്ട് വരുവാ. അതിനൊക്കെ നല്ല വിമർശനങ്ങളുണ്ട്. ആൾക്കാർക്ക് മനസ്സിലാവണില്ലല്ലോ നമ്മളിതൊരു ഹാസ്യ രൂപേണ ചെയ്യണം. സർക്കാസ് ആൾക്കാർ പറഞ്ഞു എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള വീഡിയോ കാണുമ്പോഴാണ് വീണ്ടും ഇതേപോലുള്ള പീഡനങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിക്കും ഒരു ഇൻസ്റ്റാഗ്രാം വ്യൂസിന് ഒരു വേവ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ അതിലൊരു കണ്ടന്റ് ഉള്ളതുകൊണ്ട് ചെയ്യുന്നതാണോ? വിമർശനം വേണം, നമുക്ക് നമ്മുടെ വീഡിയോസിലൂടെ വിമർശനം കാണിച്ചേ പറ്റൂ, അങ്ങനെ ചെയ്യുന്നതാണോ? അങ്ങനെയല്ല. ഇത് എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, നമ്മുടെ ഒരു വീഡിയോ കണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് അതിനകത്തുനിന്ന് ഒരു സിനിമ എന്ന് പറഞ്ഞൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നാട് നന്നാക്കാനൊന്നുമല്ല. ഇല്ല നാട് നന്നാക്കാന്നുള്ളത്. കാരണം ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിനകത്തുനിന്ന് ഏത് തരത്തിലൊരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാവുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റ്, അതെന്റെ മനസ്സിൽ ഞാൻ അങ്ങനെ തിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ സിനിമയിൽ ഒരു അവസരം കിട്ടണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ ഞാനായാലും എന്റെ ക്രൂവിൽ അഭിനയിക്കുന്ന ആൾക്കാർക്കായാൽ പോലും ആർക്ക് കിട്ടിയാലും സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ഇത് ചെയ്യണത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീച്ച് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഒരു വീഡിയോ ഇടുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, അത് കണ്ട് ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അമ്മമ്മേനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അമ്മമ്മേനെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അമ്മമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ഈ വയ്യാത്ത ഒരു പനിയും വയ്യാത്തൊരു ഇതായിരുന്നു. ഇയാൾക്ക് എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ അങ്ങനെ വീഡിയോസ് ചോദിക്കും? അങ്ങനെ ഞാനാണ് ഗുരുവിനോട് ചോദിക്കണല്ലോ അല്ലേ? പോയിക്കോട്ടെ, എനിക്ക് എന്റെ ഇവിടെ വല്ലതും ഉണ്ടോ, ഷൂട്ട് വല്ലതും ഉണ്ടോ, അങ്ങനെയാണ് ചോദിക്കാം. അങ്ങനല്ല, അത് കാരണം ഈ ഒരു ഫീൽഡ് കുറച്ച് നമുക്ക് മനസ്സിലാക്കാലോ. നല്ല ആൾക്കാരും ഉണ്ട്, അതേപോലെ തന്നെ ട്രാപ്പും ഉണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടായിരിക്കും എന്നോട് ചോദിക്കുക. അപ്പൊ ഞാൻ പറയും, ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ആരാണ് എന്താണ് എന്നുള്ളത്. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയും, എടി നീ അത് പോവണ്ട, ഇതാണ് നീ പൊക്കോ, കുഴപ്പമില്ല, നല്ലതാണ്, അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കുറെ അധികം പെൺപിള്ളേരുണ്ടല്ലോ, ഓരോന്നിലും ഇപ്പൊ ലാസ്റ്റ് ടൈം കണ്ടതിൽ ഒരു പെണ്ണിനോട് പോയിട്ട് ഇഷ്ടമാണെന്ന് പറയുമ്പോ ചൈനയോ ഏതോ ഒരു ഭാഷ പറഞ്ഞു. അപ്പൊ അങ്ങനെ അതില് ഒരു പെൺകുട്ടിയാണ്. അതേപോലെ ഈ പിന്നിന്റെ വീഡിയോയില് വേറെ പെൺകുട്ടിയാണ്. അവരെന്റെ കസിൻസ് ആണോ? രണ്ടുപേരുണ്ട്, 3 പേരാ. അതില് 2 കസിൻസ്, ബാക്കി കൂട്ടുകാരിമാരൊക്കെയാണ്. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ. ഇത്രയധികം പെൺപിള്ളാരും എന്ന് വെച്ചാ ഇപ്പൊ ഒരു അമ്മമ്മ വേണോ, അമ്മമ്മ ഉണ്ട്, വയസ്സായ ഒരാള് വേണോ, അവിടെ ഉണ്ട്. അവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൾക്കാരെ വിളിച്ചാൽ വരും. കാരണം ഇവർക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവര് കട വീട് അല്ലെങ്കിൽ ഇവര് വണ്ടി ഓടിക്കണമെങ്കിൽ വണ്ടി ഓടിക്കുക, വീട്, ആ ഒരു ജീവിതത്തിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര് തുറന്നിട്ട് വരും. കാരണം അവർക്ക് ഭയങ്കര സന്തോഷവും. കാരണം അവരുടെ ജീവിതത്തിൽ ഇടയ്ക്ക് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുറമെ എത്തി കഴിയുമ്പോൾ പുള്ളി രാജഗിരിയിൽ ഒരു ദിവസം പോയി. രാജഗിരിയിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ലിഫ്റ്റിൽ വെച്ചിട്ട് ഒരു ആരാണ്ട് ചോദിച്ചു പുള്ളിയുടെ അടുത്ത്, ചേട്ടൻ മറ്റേ വീഡിയോയിലൊക്കെ അഭിനയിക്കണല്ലേ, കാണാറുണ്ട്. പുള്ളി ഭയങ്കര സന്തോഷമായി. അത് ചിലപ്പോ ഒന്ന് കാണിച്ചു പോവുള്ളൂ, അതെന്റെ ആൾക്ക് ചോദിക്കുമ്പോ പിന്നെ പുള്ളിക്ക് അടുത്ത ചെയ്യണം. എന്റെ വീട്ടിൽ ഉണ്ട്, ഉസ്മാൻ എന്നാണ് പേര്, കടയൊക്കെ നടത്തണേ. അപ്പൊ പുള്ളി ഇങ്ങനെ എപ്പോഴും മറ്റേ ചീത്തയൊക്കെ പറഞ്ഞ റോളാണ് പുള്ളിക്ക് വല്ല. പുള്ളീനെ ആൾക്കാർ ഇവിടുന്ന് തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെ ആൾക്കാർ വിളിച്ചു പറഞ്ഞു, വീഡിയോസ് കണ്ട് അടിപൊളിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ നടക്കുമ്പോ ചോദിക്കും, നമ്മളൊക്കെ മറന്നാ നമുക്കുള്ള റോളുണ്ടോ, വിളിക്കോ, ഇത് ചോദിക്കും അടുത്ത്. എല്ലാം ആര് വിളിച്ചാലും വരാൻ റെഡിയാണ്. അപ്പൊ നമുക്കിനി അടുത്തതിലേക്ക് പോവാം. മേക്കപ്പ് ചെയ്യാൻ പറ്റ പാട്. ഇത് എന്ന് പറഞ്ഞ എന്റെ ദൈവം, ഇത്ര സെക്സി ആയിട്ടൊരു പെണ്ണ്. മുടി പിന്നെ പുറത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല, മുടി ഉണ്ട്. അതൊരു ഇങ്ങനെയൊക്കെ ഒരു കാട്ടുണ്ട്. അതൊന്ന് കാണിച്ച്. ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്ന സീനാണ്. അമ്മൂമ്മ വന്നിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, ഇത് എന്റെ ഏരിയ. ഇതൊക്കെ ഇത് എവിടെന്നാ വരണം ആക്ച്വലി. I know you want it, but you're never gonna get it. तेरे हाथ कभी ना आनी, माने ना माने कोई दुनिया, ये सारी मेरे इश्क की है दीवानी. ഇത് എന്റെ ഏരിയ, നിന്നോട് അജു വായിക്കൂലാട്രീ. ഓരോ തോളന്മാരെ ഇറങ്ങിക്കോളൂ.
ഇത് നിങ്ങളൊക്കെ കൂടിയാണോ മേക്കപ്പ് ചെയ്ത്? ഇവളാണ് മേക്കപ്പ് ചെയ്തത്. അത് വയറൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു പോസ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു വേഷത്തിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് 2-3 അമ്മാവന്മാര് വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ തിരിഞ്ഞ് നോക്കും, ഇത് ഏതാ ഈ സാധനം. എന്നിട്ട് റിയൽ ആയിട്ട്, കാരണം ഇവര് കണ്ടിട്ടില്ല, ക്യാമറ ഫ്രണ്ടിൽ ഓൺ ആക്കി വെച്ചേക്കണത് അവര് കണ്ടിട്ടില്ല, ഇരുട്ടാണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് നിപ്പാ. അപ്പൊ ഇവര് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നൈസായിട്ട് വന്നിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് പോവും, പിന്നെ ഇങ്ങോട്ട് പോവും, ഇങ്ങോട്ട് പോവും. ആ ഒരു സെറ്റപ്പ് ആയിരുന്നു. പിന്നെ അല്ല എനിക്ക് സത്യം പറഞ്ഞ ഇവരുടെ നോട്ടം കാണാൻ എനിക്ക് പേടി. എന്റെ പറയും ചേട്ടാ ഒന്നുമില്ല ചേട്ടാ, അതേ ക്യാമറ വെച്ചിട്ടുണ്ടവിടെ. അപ്പൊ പോയി വിട്ട് 100 പോയി. തുടക്കത്തിന്റെ പറയണത് ഇവനെ പ്രേമിക്കണ ബസ് സ്റ്റോപ്പിൽ ഏതെങ്കിലും പെണ്ണിനെ കണ്ടാ റേറ്റ് വെച്ചിറക്കണവനാണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടിട്ട് ഈ ചുമ്മാ വന്ന് നിൽക്കുമ്പോ തന്നെ ചിരി വരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് ഇത്. അപ്പൊ നമുക്കിനി അടുത്തത് നോക്കാം. അടുത്തത് ഇതാണ് തോറ്റം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചു കാന്താര ഇത് തന്നെയല്ലേ അല്ലെങ്കിൽ അങ്ങനെയല്ലേ. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ പറഞ്ഞ അക്ഷയുടെ ഒരു കോമഡി സാധനം വിട്ടിട്ട് റിയൽ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് അഴിഞ്ഞാടിയ ഒരു സംഭവമായിരുന്നു. എനിക്കൊന്നുമില്ല അമ്മേ. അത് നീ പറയേണ്ടതിന്റെ ആവശ്യകതയില്ല. സത്യം എന്താണെന്ന് നമുക്ക് നന്നായി അറിയാം. പറഞ്ഞ പോലെ തന്നെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കാന്താര സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തതാണോ? ഈ തോറ്റം എന്നുള്ളൊരു സാധനം എൻ്റെ അടുത്ത് വന്ന് പറയണത് ഇവനാണ്, ശരത്താണ്. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, എടാ നമുക്ക് എപ്പോഴും നമ്മൾ കോമഡി മാത്രമായിട്ടാണ് നമുക്ക് ഇതും ചെയ്യണം. കാരണം എനിക്കത് ആഗ്രഹമുള്ളതാണ്. കാരണം എല്ലാം ഒരു ഞാൻ പറഞ്ഞ പോലെ സിനിമയാണല്ലോ നമ്മുടെ എയിം. ഒരു ഡയറക്ടറെ കൊണ്ടേ കാണിക്കുമ്പോൾ ഇവൻ കോമഡി മാത്രമേ ചെയ്യുള്ളൂ, നമ്മുടെ പ്രൊഫൈൽ കാണുമ്പോൾ പറയരുതല്ലോ. ഇപ്പം നമ്മുടെ ഇതിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനായാലും എൻ്റെ കൂടെ ഉള്ളവരായാലും അല്ല കോമഡിയും സീരിയസ് ആയിട്ടുള്ള വീഡിയോസും അല്ലെങ്കിൽ സാഡ് വരുന്ന വീഡിയോസും അല്ലെങ്കിൽ പേടിയ ഫിയർ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇവൻ്റെ ഒരു കഴിവിനാണ്. ഇവനാണ് എന്റെ ആ മേത്ത് ആ ഡ്രോയിങ്സ് മൊത്തം ചെയ്തേക്കണവനാണ്. ആണോ? ഞാൻ പ്രൊഫഷണൽസിനെ കൊണ്ട് അല്ല ഇവൻ ചെയ്തേക്കണത്. അതെങ്ങനെ എന്തെങ്കിലും ഇമേജസ് ഒക്കെ വെച്ച് നോക്കിയിട്ട് ചെയ്തതാണോ? നോക്കിയിട്ട് വരച്ചെടുത്തേക്കണാണ്. അത് ഇവൻ ഇതിനിങ്ങനെ വർക്ക് ചെയ്യണതാ, ആർട്ട് ഇതിലൊക്കെ വർക്ക് ചെയ്യണതാണ്, ഡിസൈനറാണ്. അപ്പൊ എത്രയോ 2 മണിക്കൂറോളം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന്, എന്നിട്ട് എന്റെ മേത്ത് ഫുൾ ഇവൻ ചെയ്ത് തന്ന്. എന്നിട്ട് ഇത് പൊട്ടൻ തെയ്യെന്നാണ് നമ്മൾ ചെയ്യുന്നതിന്റെ ഒരു രൂപത്തിന്റെ പേര്. ഞങ്ങള് ഇത് ഇങ്ങനെയല്ല, കുറച്ചുകൂടി വലിയ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇതിനകത്തല്ല, വലിയൊരു ബാനറിലേക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തോണ്ടിരിക്കണേ. അത് വരുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. കുറച്ച് വലിയ പ്ലാൻ ചെയ്യണ്ട. പക്ഷെ അതിനകത്ത് ഈ പൊട്ടൻ തെയ്യെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല. നമ്മുടെ മുഖത്ത് ഒരു മാസ്ക് പോലെ ഒരു ഇത് വയ്ക്കും. അപ്പൊ അതിങ്ങനെ കെട്ടിയിട്ട് ഞാൻ ഒരു 2-3 മണിക്കൂറോളം ഇങ്ങനെ തന്നെ ഇരുന്ന്. കാരണം നമുക്ക് കണ്ണും കാണാൻ പറ്റില്ല, കണ്ണിങ്ങനെ അടച്ചു പിടിക്കണം. ഇപ്പോഴും ഈ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് വേദന എടുക്കും. കണ്ണ് ഭയങ്കര വേദനല്ലേ. അപ്പൊ എനിക്ക് അങ്ങോട്ട് നോക്കാനും പറ്റൂല, കണ്ണടച്ച് നിർത്തിയില്ല, കണ്ണ് ഇങ്ങനെ അടച്ചിരിക്കും. എന്നിട്ട് ആ വീഡിയോ മൊത്തം ഒരു 5 മണിക്കൂറോളം നമ്മൾ ആ മേക്കപ്പും ആ ഒരു ഇതുപോലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ണ് തുറന്നിട്ടില്ല. 5 മണിക്കൂറോളം ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. അതൊക്കെ ചെയ്തത്, അതൊക്കെ ഒരു ഡെഡിക്കേഷൻ എല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. ഈ അക്ഷയ് എന്ന് പറഞ്ഞ ഡയറക്ടർ എങ്ങനെയാണ്? ഭയങ്കര ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യോ തെറ്റിച്ച് കഴിഞ്ഞാൽ? പാവണ്. എങ്ങനെയാണ് അഭിനയിച്ച് കാണിച്ചു തരുമോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫീമെയിൽ ഇതൊക്കെ കാണിച്ചു തരുമോ? എല്ലാം കാണിച്ചു തരും, അപ്പോഴല്ല നമുക്ക് മനസ്സിലാവണം. അമ്മൂമ്മനോട് വഴക്കുണ്ടാക്കോ തെറ്റിച്ച് കഴിഞ്ഞാൽ? വഴക്കൊന്നും ഉണ്ടാക്കൂല്ലോ. ഏറ്റവും ഭയങ്കര മോസ്റ്റ് ഇമ്പോർട്ടന്റ് അമ്മമ്മയുടെ സീൻ ആദ്യം എടുത്ത് തീർക്കും. അപ്പൊ അമ്മൂമ്മക്ക് സൈഡിൽ ഇരുന്നാൽ ചെയ്യില്ല, പിന്നെ ഞങ്ങള് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണ്. ഈ ആക്ഷനൊക്കെ ആരാ പഠിപ്പിച്ച? കുങ്ഫു തങ്കയുടെ കുങ്ഫു ഇത് ഇങ്ങനെ നിക്കണത് ഇങ്ങനെ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തതാ. ബാക്കി പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് അതൊക്കെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇതൊന്നും എനിക്ക് പറ്റിയതില്ല. അങ്ങനത്തെ വാക്കില്ല, അങ്ങനെ ഒരു നിഘണ്ടൂലില്ല നമ്മുടെ. പുള്ളിക്കാരൻ ട്രൈ ചെയ്യും.
എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ. അതില് അമ്മുമ്മയുടെ കുങ്ഫു തങ്ക എന്ന് പറയുമ്പോ ചെറുപ്പകാലം കാണിക്കണ ഒരു ഇതുണ്ടല്ലോ, അത് ഇയാളുടെ കസിനാണോ? അല്ല, അത് അമ്മാമ്മക്ക് മൊത്തം 3 മക്കളാണ്. അതായത് മൂത്തത് വിനു, പിന്നെ എന്റെ അമ്മ, പിന്നെ അമ്മയുടെ താഴെ ഒരു അനിയനുണ്ട്, പുള്ളിയുടെ മോളാണത്, അർത്ഥന എന്നാണ് പുള്ളിയുടെ. എല്ലാരും നടന്നും വന്നും പോയൊക്കെ അഭിനയിക്കാണ് എല്ലാരും. പിന്നെ അവരുടെ ഉള്ളിൽ ഒരു ഇതുള്ളതുകൊണ്ട് ഞാൻ വിളിച്ചു. ഓക്കെ, നമുക്കിനി നെക്സ്റ്റിലേക്ക് പോവാം. അമ്മമാരുടെ ഡയലോഗ് ഉണ്ട്, ഇവനാരാ കൂർക്കാക്കി കൂർക്ക പറിക്കാനും വിടുന്നു. ഇവിടുത്തെ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ ഞാനാണ് ഇവിടെ നിയമിച്ചത്. താൻ എന്തൊട്ട് ഇവിടെ എടുക്കുന്നത്? സെക്രട്ടറി എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗൂർഖയെ മാറ്റണം. നമുക്ക് ഈ ഗൂർഖയെ ആവശ്യമില്ല. ഇവനെ വല്ല കൂർക്ക പറിക്കാനും വിടുന്നു. ഇനി ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. എത്ര ഇവിടുന്ന് കള്ളനെ പിടിക്കണം? ഒരാഴ്ചങ്ങൾക്ക് കൂർക്ക് കള്ളനെ പിടിച്ചില്ലെങ്കിൽ പ്രസിഡന്റ് പിടിച്ചാ മതി. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റേ മോഹൻലാലിന്റെ പഴയ ഒരു പടം തീർച്ചയായിട്ടും. അതായത് ഞാൻ എൻ്റെ ഇങ്ങനെ ഞങ്ങൾ ഈ കഥ എഴുതിയിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഇനി ചെയ്യാത്ത കഥാപാത്രങ്ങൾ ഏതാ, ഞാൻ എല്ലാം ഒരുവിധപ്പെട്ട എല്ലാം ചെയ്തു എന്ന് എനിക്ക് തോന്നും. ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഞങ്ങളുടെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഒരു അപ്പുറം ഇപ്പുറം വീടായിട്ട് ഒരു വില്ല സെറ്റപ്പിൽ പോകുന്നൊരു അടുത്തടുത്ത് വീടുകളുണ്ടല്ലോ. അപ്പൊ ഞാൻ കഴിച്ച വില്ല സെറ്റപ്പ് നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ആലോചിച്ചാലാ, നമുക്ക് എന്തുകൊണ്ട് ഇവിടെ ഒരു ഗൂർഖനെ സെറ്റ് ചെയ്തുകൂടാ ഈ ഒരു വില്ലയിൽ. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിൽ മോഹൻലാലിനോട് പറയണ്ടല്ലോ കള്ളനെ പിടിക്കണം. അപ്പൊ മറ്റേ മോഹൻലാലിനോടല്ല മോഹൻലാലിനോട് പറയണ്ടല്ലോ കള്ളനെ പിടിക്കണമെന്ന്. അപ്പൊ അങ്ങനെ മറ്റേ പുള്ളിക്കാരൻ മറ്റേ ശ്രീനിവാസൻ കരിയോയിലൊക്കെ തേച്ച് കൂട്ടുകാരനെ രക്ഷപ്പെടുത്താൻ. അതെ, അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ഞാൻ അത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും ഇതും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ച് നമുക്ക് ഇങ്ങനെ ഒരു റെസിഡൻസ് യൂണിയൻ പോലെ ഇവിടെ വില്ലേജിന് ഇവിടെ ഒരു യൂണിയൻ, അതിനകത്ത് മെയിനായിട്ട് പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെ കുറച്ച് ആൾക്കാർ, അതിനകത്ത് സെക്രട്ടറി ആയിട്ട് അമ്മയാണ് അഭിനയിച്ചേക്കണേ. ഇങ്ങനെയുള്ള നമുക്ക് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് കൺസെപ്റ്റിൽ എന്തുകൊണ്ട് നമുക്ക് പ്രസിഡന്റിന് തന്നെ ഇങ്ങനെയുള്ളൊരു കള്ളനായിക്കൂടാ, പ്രസിഡന്റ് ഒരു പക്ഷേ മോഷ്ടിക്കാൻ കയറിയതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആയിരിക്കാം, അത് പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്തേക്കണം. ഓക്കെ, അമ്മുമ്മ മോനും മസാലക്കുണ്ടി വഴി ഊട്ടിക്കൊരു യാത്ര, മസാലക്കുടി സംഭവം ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഇത് ഏതാണ് ഈ പയ്യൻ? ഇവന്റെ പേര് ദേവനാഥ് എന്നാണ്. അത് എൻ്റെ വീടിന്റെ അടുത്ത് രാജേഷ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ചേട്ടന്റെ മോനാണ്. ഇവര് രണ്ടുപേരുണ്ട്, ആദിനാഥും ദേവനാഥും. ഇതിലുള്ള ഒരാളാണോ മറ്റേ വാഴത്തോപ്പിലെ പ്രേതത്തിലുള്ളത്? വാഴത്തോപ്പിലെ പ്രായത്തിലുള്ള അത് വേറെയാണ്. അത് ആര്യൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അപ്പുറത്താണ് നോക്കിക്കണത്, അത് വേറെയാണ്. ആദ്യം അഭിനയിച്ചിട്ടുണ്ട്, വേറെ വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവനല്ലേ മറ്റേ കടന്നല് ആരാടാ നിന്നോട് ഇത് ചെയ്തെന്ന് പോയി അടിക്കണം, മാമ എന്തിനാ അയാൾ അടിച്ചത്, എന്നെ കടന്നല കുത്തിയത്. അതെ അതെ, തിരിഞ്ഞു നടക്കാനോട് എനിക്കൊരു യാത്ര പോണം. എങ്ങോട്ടേക്കാ? മസാലക്കുണ്ടി വഴി ഊട്ടിയിലേക്ക്. ചെറുക്കൻ്റെ ഒരു മസാലക്കുണ്ടി. ഞാൻ കൊറേ നേരമായി ശ്രദ്ധിക്കണു. അല്ലെങ്കിലും ഞങ്ങളെ പോലുള്ള സുന്ദരിമാരായ ചെറുപ്പക്കാരികളെ വളയ്ക്കാനുള്ള കുമാരെ ഒരു ഇളക്കം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? പുള്ളിക്ക് ഇപ്പൊ എക്സാമും അത് ശരിക്കും മേക്കപ്പെട്ടാണോ അല്ലെങ്കിൽ അവനെ ശരിക്കും കടന്നലൂത്തിയതാണ്? അത് ശരിക്കും അവനെ കണ്ണില് കുരു വന്നതാണ്. അപ്പൊ ഞാൻ അത് വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കി. കാരണം ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞത് ഇനി ഇത് പോയി കഴിഞ്ഞാൽ എനിക്ക് അത് മേക്കപ്പ് ഇട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല. പ്രതിഭയാണ്, പ്രതിഭ. അവനൊരു കണ്ണിങ്ങനെ തുറക്കാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണല്ലോ. ഞാൻ വിചാരിച്ചു ശരിക്കും, ഞാൻ ഇപ്പം എന്റെ കൂടെയുള്ള ആളോട് ഞാൻ പറയുകയും ചെയ്തു, ശരിക്കും കണ്ട് കുത്തിയേക്കണാണ് കേട്ടോ, മേക്കപ്പ് അല്ല കുത്തിയതല്ല, ശരി കണ്ണിൽ കുരുവാണ് അവന്റെ. അത് വെച്ച് ഇങ്ങനെ ആക്കി, അത് വെച്ച് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി. അപ്പൊ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഇത്രയും നാച്ചുറൽ ആയിട്ട് ഡയലോഗ് പറയാൻ അഭിനയിക്കുകയൊക്കെ ചെയ്യും? അതാ ഞാൻ പറഞ്ഞത്, ഒരു ട്രെയിനിങ് ഒന്നും വേണ്ട. ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഇവർക്ക് ഒരു ട്രെയിനിങ് പോലെ നമ്മൾ കൊടുക്കും. അതായത് അറിയത്തില്ല, അവർക്ക് ക്യാമറയിലേക്ക് നോക്കണം ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഞാൻ പറയടാ, നീ എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ, ക്യാമറയിലേക്ക് നോക്കരുത്, ബാക്കി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചെയ്യണൊക്കെ ഓക്കെ ആണെന്ന് പറയും. കോൺഫിഡൻസ് കൊടുത്താൽ ചെയ്തോളും. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ ചില സമയത്ത് എനിക്ക് ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ ചൂടാവും. ഞാൻ പറഞ്ഞു നീ ഇങ്ങനെയല്ലേ മര്യാദ ഇടാന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോകും. അപ്പൊ പിന്നെ കംഫർട്ടബിൾ അല്ല. അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വെച്ചാൽ ഓക്കെ നമുക്ക് അടുത്ത സീൻ എടുക്കാന്ന് പറഞ്ഞാൽ വേറെ സീനുകൾ എടുത്തതിന് ശേഷമാണ് പിന്നെ എന്റെ ക്യാരക്ടർ ചെയ്യിപ്പിക്കാറുള്ളൂ.
ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് ശരിക്കും പറഞ്ഞ അമ്മുമ്മയാണല്ലോ അവസാനം വന്ന് സ്കോർ ചെയ്യുന്നത്. അതായത് കൊച്ചിനെ കുളിപ്പിച്ചോണ്ടിരിക്കുന്നത് അമ്മ ഇല്ലാത്തൊരു പയ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കാടിവെള്ളം കൊണ്ട് ഒഴിക്കണത്. പെണ്ണുങ്ങൾ കുളിക്കുമ്പോ നോക്കിക്കൊണ്ട് അങ്ങനല്ല പറയണേ. അല്ലെങ്കിൽ ഉമ്മാർക്കൊക്കെ ഉള്ളതാ ഞങ്ങളെ പോലെ ചെറുപ്പക്കാരികൾ കാണുമ്പോൾ ഇളക്കം പഴത്തൊലി സീനുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ അയാളെ കണ്ടിട്ട് ഞാൻ പറഞ്ഞത്. ഡാനി എന്നാണ് അവന്റെ പേര്. പുള്ളിക്ക് ഈ പറയുന്ന പോലെ പുള്ളിനെ കൊണ്ട് ഈ കള്ളലക്ഷണ സംഭവം കറക്റ്റ് ആ ബസ് സ്റ്റാൻഡിൽ പുള്ളി ഇങ്ങനെ ഇതൊക്കെ ആക്കിട്ട് അങ്ങനത്തെ ആ ഒരു സാധനം ഇങ്ങനെ കൈ കാണിക്കാതുള്ള അതും അതുപോലെ തന്നെ ഈ സങ്കടത്തില് ഇങ്ങനെ മുറിക്കുന്ന ഒരു സാധനം കണ്ടായിരുന്നു. അവന്റെ ഉണ്ടക്കണ്ണായോണ്ട് അവനക്ക് ഇത് വരും. അതായത് ഞങ്ങള് ഇപ്പൊ ഇവൻ കരയാൻ വേണ്ടിട്ട് ഇവന് മറ്റേ ഇത് കൊടുക്കും, കാട്ടുള്ളി തൈലുള്ളി. അപ്പൊ ഇവനിങ്ങനെ കൈമേ തയ്ച്ചിട്ട് ഇവരെ വലിക്കും. വലിച്ചു കഴിഞ്ഞിട്ടാണ് സ്മെല്ലെന്ന് പറഞ്ഞാൽ കുത്തി കയറും നമുക്കുള്ളിലേക്ക്. അപ്പൊ ഇവനിങ്ങനെ വലിച്ചിട്ട് എന്ന് പറയുന്ന ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ കണ്ണൊക്കെ ചൊകന്നായി റെഡിയായി. അച്ചോടാ പെട്ടെന്ന് നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആക്ട് ചെയ്യും പുള്ളി. അത് ഭയങ്കര ഒരു തനിക്ക് ഇത്രയും എന്താ പറയാ ഇത്ര ആർട്ടിസ്റ്റുകൾ എന്റെ കൂടെ ഉള്ളത് തന്നെ ശരിക്കും ഒരു ബ്ലെസ്സിങ്. തീർച്ചയായിട്ടും. അടുത്തത് ഇതും ഇതിന്റെ പുറകിൽ ഇദ്ദേഹമാണ്. അതെന്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. എനിക്ക് എന്തായിരുന്നു ഇതിന്റെ പേരെന്തായിരുന്നു? അത് അപ്പോക്കലിപ്റ്റോ ട്രിബ്യൂട്ട് ആണ്. ദാസികി സോയ് എന്നാണ് എന്റെ പേര്. ദാസികി സോയ് ട്രിബ്യൂട്ട് ആയിട്ട് ചെയ്താണ്. ഇത് ആരെയും മേക്കപ്പ് ഒക്കെ ചെയ്ത ഞാൻ തന്നെയാ സ്വന്തമായിട്ട്. അത് ഞാനാണ് മാലയൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെയാണ്. മറ്റേ ഉണക്കക്കമ്പ് വെട്ടി അത് കൺമഷിയിലൊക്കെ തേച്ച് കരിയൊക്കെ പുരട്ടി പിന്നെ എൻ്റെ ഡ്രസ്സായാലും തോർത്തുമുണ്ടൊക്കെ കീറി ചെടിയിലിട്ട് ആ ഒരു രീതിയിലാണ് ചെയ്തേക്കണം. ഞാൻ ആ ഒരു ട്രൈബൽസ് ആയിട്ടല്ല, വേറെ തരത്തിലുള്ള ട്രൈബൽസ് ആയിട്ടാണ് ചെയ്തേക്കണം. പക്ഷെ അതിനൊരു ട്രിബ്യൂട്ട് പോലെ. പക്ഷെ അത് എനിക്ക് ഇതേപോലെ സീരിയസ് ആയിട്ടൊരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഈ അപ്പോക്കലിപ്റ്റോയിലെ ക്യാരക്ടറുണ്ട്, അതായത് നായകൻ്റെ പേര് റൂഡി അങ്ങനെ എന്തോ ഒരു പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നല്ല ചായ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു ദിവസം ഒരു വീട്ടിലൊരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൻ സിനിമയിലൊക്കെ അഭിനയിക്കണ്ടല്ലേ എന്ന് വെച്ചു. പറഞ്ഞു ഉണ്ട് ചേച്ചി സിനിമയിലൊക്കെ അഭിനയിക്കണ്ടേ. പറഞ്ഞ് മോൻ്റെ ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, മറ്റേ ആദിവാസിയൊക്കെ ആയിട്ട് അഭിനയിച്ചില്ലേ. ഞാൻ നോക്കിയിട്ട് ആദിവാസിയായിട്ട് ഞാനൊന്നും അഭിനയിച്ചില്ലല്ലോ. ഇല്ല മോൻ അഭിനയിച്ചായിരുന്നു. അപ്പം എനിക്ക് കറക്റ്റ് മനസ്സിലായി ഈ ഒരു സിനിമ കണ്ടേക്കണേ. ഞാൻ പറഞ്ഞു ചേച്ചി അത് ഞാനല്ല, അത് എന്നെപ്പോലെ വേറൊരാളാണ്. അപ്പോക്കലിപ്റ്റോ എന്നാണ് അതിൻ്റെ സിനിമയുടെ പേര്. അത് തന്നെ അപ്പോത്തിക്കിരി അകത്ത് മോളല്ല വേറെ അത് ഞാനാണ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരി അങ്ങനെ പോയി. അപ്പം പിന്നെ എനിക്ക് ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്, അപ്പോക്കലിപ്റ്റോയിലെ ആ ക്യാരക്ടറിൻ്റെ സെയിം ഇതാണ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ആൾക്കാരുടെ പ്രതികരണം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ലൊരു കുറച്ചും കൂടി സെറ്റപ്പായിട്ട് ചെയ്താൽ കൊള്ളാർന്ന് എനിക്ക് ഒരു ഇതുണ്ടായി. ഇപ്പോഴാണെങ്കിൽ ഇച്ചിരി കൂടി നന്നായിട്ട് അത് ചെയ്തിട്ട് ഒരു വർഷം 2 വർഷത്തിനിടയിലാണ് അത് ചെയ്തേക്കുന്നത്. ഈ ഒരു സാധനം എനിക്ക് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ ഇതൊരു സിനിമ ആക്കാനുള്ള ഒരു സ്റ്റോറി എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. കാരണം ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഇനിയുള്ളൊരു പാർട്ട് പോലും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ എനിക്കത് ചെയ്യണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം കാരണം ഇതിനകത്ത് ലാസ്റ്റ് ഞാൻ അവനെ ഇടിച്ച് ഇങ്ങനെ ഇട്ട് അവനിങ്ങനെ കിടക്കുന്നുണ്ട് താഴെ. അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോവാം മീറ്റ് തേടി. ശേഷം ഒരു പയ്യൻ മീറ്റ് എടുത്തോണ്ട് ഓർഡറുണ്ട്. അവിടെയാണ് ഇതിൻ്റെ എൻഡ്. ഞാൻ ഈ മീറ്റിന് വേണ്ടി അവൻ്റെ പുറകെ പോകുന്നതും ആ ടൈമിൽ തിരിച്ച് നൈറ്റൊക്കെ ആവുന്ന സമയത്ത് ഇവനെ കാണാൻ വേണ്ടി തിരിച്ചു വരുമ്പോൾ ഇവനെ ഓൾറെഡി അവനെ കാണുന്നില്ല. ഇവനെ തേടി പോകുന്നതാണ് പിന്നെ ഒരു സ്റ്റോറി. പക്ഷേ പോകുന്നത് ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഒരു ഏരിയയിലേക്കാണ്. കാരണം 2 ട്രൈബൽസ് ഉണ്ട് അപ്പോക്കലിപ്റ്റോയിൽ. കാരണം മറ്റേ ഈ ട്രൈബൽസിന് കണ്ടു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. അപ്പൊ അങ്ങനെ ഇവനെ എടുത്തോണ്ട് പോവുകയും അവിടെ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു കുറിപ്പ് പോരാ കുറച്ചും കൂടി ഐഡിയ മാത്രമേ ഉള്ളൂ. മതിയല്ലോ, അത് തന്നെ വലിയൊരു സംഗതിയാണ്. നെക്സ്റ്റ് ഇത് ശരിക്കും പക്ഷെ കണ്ടു കഴിഞ്ഞത് അക്ഷയ എന്ന് പറയില്ലല്ലോ. അത് തിലോത്തമ്മ അതാണ് പേര്. അത് ഓണത്തിന്റെ വീഡിയോയാണ്. അച്ഛൻ എന്തിനാ ഇവളുടെ പുറകെ? നിന്റെ അച്ഛൻ എന്തിനാ അതിന്റെ പുറകെ കിടക്കണേ? അപ്പങ്കടി മത്സരം ആരംഭിക്കുകയാണ്. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. അവനൊരു പണി തരാം.
നിങ്ങളെ എവിടെയോ കണ്ട് നല്ല പരിചയം. അപ്പുറത്തെ കൊള്ളിനാണല്ലോ താമസം, പരിചയം കാണും. അതല്ല, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ കണ്ടതായി ഞാൻ ഓർക്കുന്നു. എല്ലാം എന്റെ ഭാഗ്യം. അടുത്തതായി സ്പൂൺ റൈസ് മത്സരമാണ്. പങ്കെടുക്കാനുള്ളവർ വേഗം നിരത്തുക. സ്പൂൺ റൈസ് ആണ്. നീ ജയിക്കുള്ളൂ, ഞാനാ പറയണത്. അയ്യോ, അത് ഓണത്തിന്റെ വീഡിയോ ആണത്. ഓണം സ്പെഷ്യലെ ഒരു വീഡിയോ ചെയ്താണ്. അത് ഇവന്റെ കൺസെപ്റ്റാണത്. അപ്പൊ ഇവനാണ് അതിന്റെ മേക്കപ്പും മറ്റു കാര്യങ്ങളെല്ലാം ഇവനാണ് ചെയ്തത്. അതാണ് കണ്ടു കഴിഞ്ഞാൽ, അതായത് മറ്റേലൊക്കെ ചെയ്യുമ്പോ ഇയാളാന്ന് അറിയാൻ കാണുമ്പോ ചിരി വരും. പക്ഷെ ഇതില് ഞാൻ സൂക്ഷിച്ച് നോക്കണ്ട്, ഇത് എവിടെയോ ഒരു ചായ ഇല്ലല്ലോ. അല്ല, ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇത് കാരണം അതിനകത്ത് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ആണെന്നുള്ളത് പ്രേക്ഷകരെ നമ്മൾ കാണിക്കുന്നുണ്ട്. കാരണം അതാണ്, കാരണം ഇവൻ വേഷം കെട്ടി വന്നേക്കണേ എന്നുള്ളൊരു ആ ടൈപ്പിലാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലാവരുത്. അപ്പൊ ആ ഒരു ടൈപ്പിലാണ്. അതാണ് ഫുൾ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് പിന്നെ മേക്കപ്പ് ഒക്കെ ഇട്ട് മീശ താടി പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. എന്ത് റോള് ചെയ്യാനാ ശരിക്കും ഇഷ്ടം? സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ പോലെയുള്ള റോൾസ് ആണോ, അല്ലെങ്കിൽ തമാശ സാധനമാണോ? എന്ത് ചെയ്യാൻ ഇഷ്ടം? ഏത് കിട്ടിയാലും സിനിമ ചെയ്താ മതി. അതെ, എനിക്ക് ഭയങ്കര ചെയ്യാൻ ഈസി ഏതാ? എനിക്ക് കുറച്ചുകൂടി തോന്നുന്നു സീരിയസ് ആയിട്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അതാണ് സീരിയസ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നു. കാരണം കോമഡി ഒരാളെ ചിരിപ്പിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ആളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. കാരണം എൻ്റെ ഒക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, എനിക്ക് സങ്കടം വന്ന് തകർന്നിരിക്കുന്ന ടൈമിൽ ബ്രോയുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്ത് ഹാപ്പിനെസ് ആണെന്ന് അറിയാമെന്ന്. ഞാൻ മെയിനായിട്ട് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ റാൻഡംലി ആണ് അക്ഷയുടെ പേജ് ശരിക്കും പറഞ്ഞാൽ കാണും. കോമിക്സ് ഫിയർ ആണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങനെ കണ്ട് ചിരിക്കുന്ന ഒരാളാ ഞാൻ. ത്രൂ ഔട്ട് ഇങ്ങനെ ഒരെണ്ണം കഴിഞ്ഞ് ഒരെണ്ണം അങ്ങനെ ആ പ്രൊഫൈലിൽ കയറി തന്നെ കാണാം. അതാണ് എനിക്ക് ഇത്രയും അറിയാവുന്നതും. അത് ഭയങ്കര ഒരു റിലാക്സേഷനും കൂടെയാണ് നമുക്ക്. അത്രയും കണ്ടന്റ്സ് അതിനകത്തും ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു ഗെയിം അതിലോട്ട് എന്നാ കടന്നാലോ? തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊന്ന് നാക്കുളുക്കി ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ നാക്കുളുക്കിയില് പറയാൻ പറ്റിയില്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു 5 തവണ പറയണം. പറയാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ചെറിയൊരു ടാസ്ക് ചെയ്യാം. അതുകൊണ്ട് പറയുന്നല്ലോ, പച്ചമുളകൊന്നും തെറ്റിക്കണം പറയുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ അക്ഷയ്ക്ക് തരാം. ഓക്കെ, അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകും, കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീഴും. പറയൂ. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോ കിണ്ടിയിൽ ഒരു കുണ്ടിൽ വീഴുന്നു അല്ലേ? അല്ല, കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കിണ്ടികളിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീഴുന്നു. അന്തിക്ക് ആരാണ് ദേവി കിണ്ടി കഴുകുമ്പോ കിണ്ടിയിൽ ഒരു കിണ്ടി. നമുക്ക് ടാസ്ക് ചെയ്യാം, അതാ ഇച്ചിരി കൂടി നല്ലത്. ശരി, ഒരു ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞോ. അത് പറഞ്ഞപ്പോ തന്നെ ബ്രേക്കപ്പ് ആയി. അത് ഞാൻ പറയണോ? ബ്രേക്കപ്പ് സ്റ്റോറി കുറച്ച് നർമ്മത്തിൽ ചാലിച്ചു പറഞ്ഞു. ഇച്ചിരി നർമ്മത്തിൽ ചാലിച്ചെന്ന് ഇച്ചിരി ഫണ്ണി ആയിട്ട് പറഞ്ഞു. പറഞ്ഞോ. അങ്ങനല്ല, അത് എത്ര ബ്രേക്കപ്പ് സ്റ്റോറികളുണ്ട് ശരിക്കും? ബ്രേക്കപ്പ് സ്റ്റോറി ഇല്ല എനിക്ക്. ഇല്ല, അന്ന് പറഞ്ഞു ഉണ്ടാക്കി പറഞ്ഞു. ബ്രേക്കപ്പ് സ്റ്റോറി അതായത് നമുക്കൊരു കുട്ടീനെ ഇഷ്ടമാണ്, ആ കുട്ടിക്ക് നമ്മളെ ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കി പറയുന്നതാണോ ശരിക്കും ഉള്ളതാണോ? അത് വേറെ രീതിയിലേക്ക് ഒരു സംഭവം ആ രീതിയിൽ പറഞ്ഞു. അപ്പൊ ഉള്ളതാണ്. വീഡിയോസിൽ കുറെ പേര് ചോദിക്കും, ചേട്ടാ സിംഗിൾ ആണോ? സിംഗിൾ ആണോ? ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരു കുട്ടീനെ. ഓ, എന്നാ പിന്നെ ആ കഥ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുമായിരുന്നു. അപ്പൊ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പ് പോയി ഇരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ വീഡിയോസ് ഇങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചായിരുന്നു. ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് അയക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ ചേട്ടൻ റിപ്ലൈ ആയിരുന്നു, ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ. ഭയങ്കര സർപ്രൈസ്ഡ് ആയി. സസ്പെൻസ് പൊട്ടിച്ചു. അല്ല, അങ്ങനെ പറഞ്ഞു ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് ഇതേപോലെ മെസ്സേജ് ഒക്കെ അയക്കായിരുന്നു. അപ്പൊ എനിക്ക് സാധാരണ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് പോലെ നല്ലതാണ്. അങ്ങനെ കുറെ സംസാരിച്ച് ഞാൻ ചോദിച്ചു, ഇങ്ങനെ എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട്, അവിടെ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞേ എനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല, വീട്ടുകാർക്ക് സുഖം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി ഇഷ്ടമെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വേണ്ടാണ്ടായി.
ശരിക്കും എന്താണ് സംഭവം എന്ന് പറഞ്ഞേ? അതിലൊരു കഥയില്ല, അങ്ങനെ ഒരു കഥയില്ല, ബ്രേക്കപ്പും ഇല്ല, ഒന്നുമില്ല. എല്ലാവരുടെയും വീട്ടിലെ പ്രശ്നം ഈ പാരന്റ്സ് ഭയങ്കര ഒരു ഇതാണ്. പാരന്റ്സ് ഉൾക്കൊള്ളണമല്ലോ. എന്തായാലും കയ്യിൽ നിന്ന് പോയി. പാരന്റ്സ് ഉൾക്കൊള്ളണമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഇപ്പൊ ഇതേപോലെ ഒന്ന് ലൈഫൊക്കെ ഒന്ന് സെറ്റ് ആവണം, എല്ലാം ഒന്ന് റെഡിയാക്കി. കാരണം യൂട്യൂബ് മാത്രം പോരാ, കാരണം സിനിമയാണ് എൻ്റെ ഇത്. അതിനകത്ത് രക്ഷപ്പെടില്ലയോ എന്നുള്ളത് വളരെ ചുരുങ്ങിയൊരു പേഴ്സൻറ്റ് മാത്രമാണ് നമുക്കുള്ളൊരു ചാൻസ് ഉള്ളൂ. എത്ര പേര് ഇതിനകത്ത് ട്രൈ ചെയ്യണതാണ്. അതിനകത്ത് ഒരാളുടെ മാത്രമാണ് ഞാൻ. അപ്പൊ ഞാൻ അതിനകത്ത് സക്സസ് ആവില്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം പ്രണയം വേണ്ട. അവര് അടുത്ത നമുക്ക് ഇയാൾ കൊടുത്താലോ? ഇല്ല, അടുത്ത പേര് മണി പേര് മണി പണി മണ്ണു പണി. മണ്ണുമണി. പേര് മണി പണി മണ്ണുമണി. പേര് മണി മണി പേര് മണി പണി മണ്ണുമണി. പേര് മണി പണി മണ്ണുമണി. പേര് മണി പേര് മണി പണി മണ്ണുമണി. പേര് മണി പണി മണ്ണുമണി. ഇത്ര മതി. ഓക്കെ, അവിടെ ജയിച്ചുട്ടാ. എന്തായാലും പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് അമ്മൂമ്മനോട് ചോദിച്ചാലോ? എന്തിനാ എന്നോട് ടാസ്ക് തരട്ടെ എന്നാ? അമ്മൂമ്മ ഇതുവരെ ആരോടും പറയാത്ത ഒരു രഹസ്യം പറഞ്ഞു. ആരെടുത്തും പറഞ്ഞിട്ടില്ല. എന്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കാണ്. അപ്പൊ അങ്ങ് പറഞ്ഞേക്കാം. ഒരു രഹസ്യം പറഞ്ഞു. ഇവനോട് പറയാത്ത എന്തെങ്കിലും രഹസ്യം ഉണ്ടോ? ആ, അങ്ങനെ വല്ല ഉണ്ടോ? ഒന്നുമില്ല. ആരോടും പറയാത്ത രഹസ്യം ഉണ്ടെന്നുള്ള അങ്ങനെ ഒരു രഹസ്യം ഇല്ല അമ്മയ്ക്ക്. അയ്യോ, ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ലൈഫാണ്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്നാ യാ കൊടുത്താലോ? അടുത്ത ടാസ്ക് വലുത് വേണോ ചെറുത് വേണോ? എന്നാ വലുത് തരാം. അരിതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. അതൊരു ട്രൈ ചെയ്ത് നോക്ക്. അരിതരുത് കുതിരെ, അരിതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. ആണോ അമ്മമ്മ പറ? അരിതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിര. ആ പറഞ്ഞോ. അതിരിലെ മുതിര. ആ, കണ്ട ആരാ പറഞ്ഞ അമ്മമ്മക്ക് ഇതൊന്നും പറ്റില്ലെന്ന്? ശേടാ, അന്ന് ഇയാൾക്കെന്നാ വേറെ തരാം. അമ്മമ്മ അതിൽ സ്കോർ ചെയ്തോട്ടോ. അറയിലെ ഉറിയിൽ ഉരുതൈര്. അറിയിലെ ഉറിയില ബാക്കി ഉരിതൈര്. അറിയിലെ ഉറിയിൽ ഉരിതൈര്. ഉരി 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 ഉരിതൈര്. അറിയിലെ ഉറിയിൽ ഉരിതൈര്. ആ, അന്ന് സ്പീഡിൽ പറഞ്ഞേ. അറിയിലെ ഉറിയിൽ ഉരിതൈര്. അറയിലെ ഉറിയിൽ ഉരുതൈര്. അറയിലെ ഉറിയിൽ ഉരി ഉരി ഉരിതൈര്. ഉരിതൈര്. അറയിലെ ഉറിയിൽ ഉരിതൈര്. അറയിലെ ഉറിയിൽ ഉരിതൈര്. എന്തായാലും പറഞ്ഞു. കുന്തിദേവി കിണ്ടി എഴുതുന്ന സാധനം തന്നത്. വേണ്ട. ഓക്കെ, അക്ഷയ്ക്ക് ഉണ്ടോ ഇതുപോലെ ആരോടും പറയാത്ത രഹസ്യം? ഇല്ല. ഞാനൊരു പാവാണ്, അതാണ് ഏറ്റവും വലിയ രഹസ്യം. ഞാൻ നുണക്കഥ പറയാനല്ല പറഞ്ഞത്, രഹസ്യം പറയാനാ പറഞ്ഞത്. അങ്ങനെ ഒന്നുമില്ല. രഹസ്യം ഇപ്പൊ പറയണെങ്ങനെ? ഓക്കെ, ഇപ്പൊ ഒരുപാട് സംവിധായകർക്ക് മെസ്സേജ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഒരു സംവിധായകനെ കണ്ടു കഴിഞ്ഞാലും എന്തായിരിക്കും ചോദിക്കുക? അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാണോ ചോദിച്ചാലോ? അങ്ങനെ പറയുള്ളൂ അല്ലേ?
അപ്പൊ എന്തായാലും ഇവൻ സിനിമയിൽ പോയില്ലെങ്കിൽ സിനിമക്ക് തീ പിടിക്കും അങ്ങനത്തെ മൈൻഡ്. അതെ, തീ പിടിക്കും. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ തന്നെയുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് താൻ പോയില്ലെങ്കിൽ സിനിമ തന്നെ തേടി വരും. അത് അങ്ങനത്തെ ഒരു സ്റ്റഫ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അപ്പം എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ പോട്ടെ. ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്ത് കലക്കട്ടെ. സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റിയാലും ചെയ്യാവുന്നല്ലേ ഉള്ളൂ അല്ലേ? നമുക്ക് അതിനുള്ള ഒരു റിസോഴ്സസ് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. പണ്ടത്തെ കാട്ടിയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഉണ്ട് നല്ല രീതിക്ക് അല്ലേ. ഇപ്പം കരിക്കെന്ന് പറയുന്ന ടീമൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കഴിവ് എന്തെങ്കിലും ഒരു കൈത്താങ് കൊണ്ടൊന്നും ഉയർന്നു വന്നവരല്ല, അവരുടെ കഴിവുകൊണ്ട് മാത്രം വന്നതല്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ ഐഡിയ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ല, ഐഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വലിയൊരു സംഭവം. അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ വളരെ ഞങ്ങളെപ്പോലുള്ളൊരു കോമിക്സ് പിയർ ചാനൽ, അതായത് നമ്മൾ വളരെ ഹാർഡ് വർക്കോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ചാനൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു റിസൾട്ട് എന്തായാലും ഹാർഡ് വർക്ക് ചെയ്താൽ ഉണ്ടാവും. നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പരിശ്രമത്തിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ ചാനൽ അതേപോലെ തന്നെ ഏതൊരു ചാനലായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തവൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവന് തീർച്ചയായിട്ടും അതിനുള്ളൊരു സ്പേസ് നമ്മുടെ നാട്ടുകാരായാലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവരായാലും പ്രേക്ഷകരായാലും എല്ലാവർക്കും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനലായാലും പോലും ഇപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്ത അബാക് മീഡിയ ഒരു ചാനലായാൽ പോലും ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ അല്ലെങ്കിൽ നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരുടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അവരെ രീതിയിൽ എങ്ങനെയാണോ അവരുടെ നല്ല രീതിയിൽ പോയി ഇൻ്റർവ്യൂ ചെയ്ത പോലെ അവരുടെ കഥകൾ, അവരുടെ ഒരു മോട്ടിവേഷൻ ആയാലും അവരുടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞാൽ തന്നെ വളരെ സന്തോഷം. എല്ലാരും കാണുക അല്ലേ? അമ്മമ്മേ അതെ അതെ ഫുള്ളുണ്ടല്ലേ? അമ്മമ്മയുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അവിടെ നോക്കിട്ട് പറഞ്ഞേ, ആ കൈ കാണിക്കുന്നിടത്തേക്ക് നോക്കിക്കോ. എന്താ പറയാനുള്ളത്? ആക്ഷൻ. അങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞോ. അമ്മമ്മക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞോ. വീഡിയോസ് ഒക്കെ കാണണം അങ്ങനെ പറഞ്ഞോ. എൻ്റെ ഇത്ര പ്രായത്തിൻ്റെ ഇടയിൽ എന്നെ അഭിനയിക്കുന്നത് എല്ലാവരും കണ്ട് എന്നെ അഭിനന്ദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. എനിക്ക് പിന്നെ പിന്നെ അഭിനയിക്കാൻ എനിക്ക് തോന്നണു. നല്ല കാര്യം പറഞ്ഞു. അതിന് എന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. കോമിക്സ് പിയർ ചാനലിന്റെ പേരും കൂടി പറഞ്ഞു. എൻ്റെ ചാനല് കോമിക്സ് പിയർ. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു അമ്മാമേ. ചെല്ലി. ഓക്കെ, ബൈ. ശരി.